ഈശ്വരവാര്യർ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 20 വർഷം തികയുകയാണ്. മകൻ വരുമെന്ന പ്രതീക്ഷയിൽ ഒരു ആയുസ് മുഴുവൻ പാതി തുറന്നിട്ട വാതിലിലൂടെ ഇരുട്ടിലേക്ക് നോക്കി നിന്ന ആ പിതാവ് അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾക്കിരയായ തന്റെ മകൻ രാജന് വേണ്ടി നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ഏകാന്തമായ പോരാട്ടമായിരുന്നു. എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നതെന്ന ഈശ്വരവാര്യരുടെ ചോദ്യം ഒരു പിതാവിന്റെ മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയായിരുന്നു. രാത്രികളിൽ ഒരുരുള ചോറ് അധികമായി കരുതി വയ്ക്കാൻ ഞാൻ ഭാര്യയോട് പറയുമായിരുന്നു. കാരണം അവൻ എപ്പോഴും വരാം. പട്ടിണി കിടന്ന് വിശന്ന വയറോടെ ചടച്ച ശരീരത്തോടെ അവൻ വരുമ്പോൾ അവന് വേണ്ടി ചോറ് കരുതി വച്ചിരിക്കണം. പട്ടികൾ അകാരണമായി കുരയ്ക്കുകയും ഓളിയിടുകയും ചെയ്യുന്ന രാത്രികളിൽ ഉമ്മറവാതിൽ തുറന്ന് അച്ഛാ എന്ന വിളി ഉയരുന്നുണ്ടോയെന്ന് ഇരുട്ടിലേക്ക് ചെവികൂർപ്പിച്ച് പലതവണ ഞാൻ നിൽക്കുമായിരുന്നു. ഈശ്വരവാര്യരുടെ ഈ വാക്കുകളിൽ ഒരച്ഛൻ്റെ ആത്മനോവ് മുഴുവനുമുണ്ട്. പക്ഷേ കേരളം ഒന്നടങ്കം ആഗ്രഹിച്ചിട്ടും ആ മകൻ മടങ്ങി വന്നില്ല. കോളേജ് അധ്യാപകനായ TV ഈശ്വരവാര്യരുടെയും രാധാവാരസ്യാരുടെയും ഇളയ മകനായിരുന്നു രാജൻ. അടിയന്തരാവസ്ഥ കാലത്താണ് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്ന രാജനെ നക്സൽ ബന്ധം ആരോപിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. പിറ്റേന്ന് മകനെ കാണാൻ കോളേജിലെത്തിയപ്പോഴാണ് ഈശ്വരവാര്യർ വിവരമറിയുന്നത്. അന്നു മുതൽ മകനെ കണ്ടെത്തുകയെന്നതായി ആ അച്ഛൻ്റെ ജീവിത സപര്യ. അതിനായി ഈശ്വരവാര്യർ ചെല്ലാത്ത ഇടങ്ങളില്ല, മുട്ടാത്ത വാതിലുകളില്ല. ഭരണകൂടം അവജ്ഞയോടെ തള്ളിയെങ്കിലും പിന്മാറാൻ ആ പിതാവ് ഒരുക്കമായിരുന്നില്ല. ഹൈക്കോടതിയിൽ ഈശ്വരവാര്യർ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി കെ കരുണാകരന്റെ രാജിയിലേക്കും രാജൻ കൊല്ലപ്പെട്ടുവെന്ന് തെളിയാനും കാരണമായി. എന്നാൽ രാജന്റെ ഭൗതികദേഹം എവിടെയെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. ആ വേദന ഇടനെഞ്ചിൽ അവശേഷിപ്പിച്ച് 2 പതിറ്റാണ്ട് മുമ്പ് മടങ്ങുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള വലിയൊരു കനലാണ് മലയാളത്തിന്റെ മനസ്സിൽ ഈശ്വരവാര്യർ ബാക്കി വെച്ചത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.